വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സ്റ്റീൽ ബേർഡിൻ്റെ ഒരു ഹെൽമെറ്റിൻ്റെ ജസ്റ്റ് അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ ബേർഡിൻ്റെ SBH-17 എന്നുള്ള ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഹെൽമെറ്റാണിത്. അപ്പോൾ അറൗണ്ട് ഒരു 2K പ്രൈസ് വരുന്ന ഒരു ഹെൽമെറ്റാണ്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ ഉള്ളിലെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ക്വിക്ക് റിവ്യൂ ഒന്ന് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഈ ഒരു ബോക്സിൽ സ്റ്റീൽ ബേർഡ് എഴുതിയിട്ടുണ്ട്, പിന്നെ താഴെ ഹെൽമെറ്റ്സ് ആ ഒരു സ്റ്റീൽ ബേർഡിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വന്നാൽ പ്രൈസിങ് ആണ്. പ്രൈസിൽ ഇത് MRPയിൽ 2500 കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2000 സംതിങ് രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ നമുക്കൊരു വൈസർ വരുന്നുണ്ട്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറൗണ്ട് അതന്നെ, വേറെ കാര്യങ്ങളൊന്നും ബോക്സിൽ വരുന്നില്ല. അപ്പോൾ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതാ അൺബോക്സ് ചെയ്താൽ SBH-17 എന്നുള്ള ആ ഒരു മോഡൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഇങ്ങോട്ട് അൺബോക്സ് ചെയ്തതാ. ഫസ്റ്റായിട്ട് നമുക്കിതാ ഇതിപ്പോൾ ഒരു നോർമൽ ഗ്ലാസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്, നോർമൽ വൈസറാണ്. നമ്മളിത് കിട്ടുമ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയപ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് കൊടുത്തത് ആ ഒരു ഡാർക്ക് കളറുള്ള ഒരു കൂളിംഗ് ഉള്ള വൈസറാണ്. ആ വൈസർ ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ നമുക്ക് ഈ ഒരു വൈസറാണ് ഹെൽമെറ്റിൽ കണ്ടത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ കൂളിങ്ങിൻ്റെ ഒരു കൂളിംഗ് ഉള്ള ഒരു വൈസർ കിട്ടിയിരുന്നു, അത് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഇതുപോലെ സ്റ്റീൽ ബേർഡിൻ്റെ ഒരു സാധാരണ ഒരു ഇത് കിട്ടുന്നുണ്ട്, ഗ്ലാസ്. അത് നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ ഹെൽമെറ്റ് തന്നെയാണ്. ഹെൽമെറ്റ് ഇതാ നമ്മൾ ഇതിന് പെട്ടിന്ന് പുറത്തേക്ക് എടുത്താൽ ഓക്കെ, ഹെൽമെറ്റ് നമ്മളിത് പെട്ടിന്ന് പുറത്തേക്ക് എടുത്തു. പിന്നെ നമ്മൾ ബോക്സിനുള്ളിലായിട്ട് അതിൻ്റെ ബില്ല് കാര്യങ്ങളാണ്. ബില്ല് നിങ്ങൾക്ക് ഇവിടെ കാണാം. അറൗണ്ട് ഒരു 1999 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം ബോക്സ്. ഇതാണ് നമ്മളെ ഹെൽമെറ്റിൻ്റെ ഇത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി. ഇപ്പം കയ്യിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. ഈ ഒരു ഗ്രാഫിക്സ് ആയാലും എല്ലാ ഭാഗമായാലും ഈ ഒരു കളർ തന്നെ നല്ലൊരു പ്രീമിയം കളറായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇനി കൂടുതലായിട്ട് ഹെൽമെറ്റിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റിലേക്ക് വന്നാൽ ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട്. ഈ ആരോ മാർക്ക് കറക്റ്റ് പ്രസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഈ ഒരു ആരോ മാർക്കിൽ കറക്റ്റ് ആക്കിയാൽ നമുക്ക് ഈ ഒരു വൈസർ പുറത്തേക്ക് എടുക്കാൻ കിട്ടും. എന്നിട്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു വൈസർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി വന്നപ്പോൾ നമുക്ക് ഈ ഒരു വൈസറാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് പിന്നെ കണക്ട് ചെയ്തതാണിത്. അപ്പോൾ 2 വൈസർ ഏതായാലും വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് പിന്നെ ഇതിനുള്ള കാര്യം, ഈ ഒരു സംഭവം, ഈ ഒരു റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു നമ്മുടെ വൈസർ പൊങ്ങുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. നമ്മൾ കുറച്ച് പവറിൽ അടക്ക് ചെയ്താൽ ഇതുപോലെ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, സ്ക്രാച്ച് ആവാതിരിക്കാൻ, സ്റ്റീൽ ബേർഡിൻ്റെ ഒരു സ്റ്റിക്കർ. ഓക്കെ, അത് നമുക്ക് പീൽ ചെയ്തെടുക്കാം. പിന്നെ ബാക്കിലായിട്ട് കുറേ എയർ വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് എയർ വെൻറ്റുകൾ നോക്കാം. മുകളിലായിട്ട് ഇതാ അതുപോലെ ഒരു എയർ വെൻറ്റ് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ ഇതാ ഇങ്ങനെയാണ് ഒരു എയർ വെൻറ്റ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതാ അതുപോലെ. ഓക്കെ, ഈ ഒരു രീതിയിൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഇവിടെ ഒന്നുണ്ട്. പിന്നെ അതാ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ പുറകിലായിട്ട് ഇതാ ഇവിടെ ഈ ഒരു രീതിയിൽ. പുറകിൽ വന്നാൽ സ്റ്റീൽ ബേർഡ് എന്ന് വലിയൊരു ബ്രാൻഡിങ് കാണാം. താഴെ ISA മുദ്ര കാണാം. ISA മുദ്ര നമ്മളെ വൈസറിലും ISA മുദ്ര കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വീലർ ഹെൽമെറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ, ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള വരുന്നത്. പിന്നെ മെയിനായിട്ട് S3 എന്നുള്ള ആ ഒരു ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. SBH-17 എന്നുള്ള മോഡലാണിത്. ഓക്കെ, പിന്നെ ഉൾഭാഗത്തേക്ക് വന്നാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്പോഞ്ചൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി തന്നെയാണ്, ഒരു രക്ഷയില്ല പറയാൻ. ബാക്കിലായിട്ട് 2 റിഫ്ലക്ടറുകൾ കാണാം. ഇത് നമ്മൾ വെയിലത്ത് പോകുന്ന ടൈമിൽ, അതുപോലെ തന്നെ രാത്രിയൊക്കെ പോകുന്ന ടൈമിൽ, രാത്രി ബൈക്കിൽ പോകുന്ന ടൈമിൽ നമുക്ക് വേറൊരു വണ്ടിയിൽ നിന്ന് ലൈറ്റ് വന്നാൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വെയിലത്ത് ഇതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു 2 റിഫ്ലക്ടർ ഇവിടെ ഉണ്ട്. പിന്നെ ഉൾഭാഗത്തായിട്ട് ഇതാ സ്റ്റീൽ ബേർഡിൻ്റെ ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ അവിടെ അവരുടെ ആ ഒരു ഇത് ഉപയോഗിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിസൈൻഡ് ബൈ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ. പിന്നെ ഈ ഒരു ഇത് വരുന്നത് ടൈറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അളവാണ്. ഹെൽമെറ്റിൻ്റെ നമ്മൾ ഓരോരുത്തർക്കും
ഓരോ അളവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 55 ആണ് അളവ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു അളവ് മീഡിയം ആണ് വരുന്നത്, മീഡിയം. അപ്പോൾ മീഡിയം ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഓവറോൾ ഈ ഒരു ഹെൽമെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു കളറ് റയർ ആയിട്ടുള്ളൊരു കളറാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തതും. അത്യാവശ്യം നല്ലൊരു കളറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് ഇതാ 2 വീലർ സൈസ്, അതുപോലെ തന്നെ അതിന് മാസം എത്രയുണ്ട്, മാസം ഉണ്ട് ഈ ബാക്കിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ SBH-17 കൊടുത്തിട്ട് മേഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ റെഡ് ബട്ടൺ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ അതുപോലെ തന്നെ ഹെൽമെറ്റ് ഓപ്പൺ ആവും. അത് ഫസ്റ്റ് 2 ക്ലോസിങ് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ ക്ലോസ് ആവും. അപ്പോൾ മുഴുവനായിട്ട് ക്ലോസ് ആയിട്ടുണ്ടാവില്ല. മുഴുവനായിട്ട് ക്ലോസ് ആണെങ്കിൽ ഒന്നും കൂടി നമ്മൾ ക്ലോസ് ചെയ്താൽ മുഴുവനായിട്ട് ക്ലോസ് ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ലോക്കിംഗ് സിസ്റ്റം സാധാരണ നമ്മളെ ഹെൽമെറ്റിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റീൽബേർഡിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്തു, ഇതുപോലെ റിലീസ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഹെൽമെറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം, ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കാരണം ഇതിൻ്റെ പല കളർ വേരിയൻറ്റുകളും നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ഇത് പുറത്ത് നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും കിട്ടും. പല വേരിയൻറ്റുകളും അവൈലബിൾ ആണ്. എങ്കിലും റയർ ആയിട്ടുള്ള കളറുകൾ, ഈ കളറൊക്കെ ഇപ്പോൾ റയറാണ്, ഈ കളർ അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ റയർ ആയിട്ടുള്ള നിയോൺ കളറുകളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഹെൽമെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത്. എന്തായാലും നമ്മളിത് ഇട്ട് നോക്കിയിട്ടില്ല, ജസ്റ്റ് നമുക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഹെൽമെറ്റ് എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ ഇടുമ്പോൾ നല്ല ടൈറ്റ് വേണം. ടൈറ്റുള്ള ഹെൽമെറ്റിനെ നമ്മൾ വാങ്ങണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇട്ട് നോക്കാം. അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട് അത്യാവശ്യം. ഓക്കെ, ഇപ്പം എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് മൈക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റ് ഞാനിട്ട് നല്ലൊരു ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലോക്ക് കണക്ട് ചെയ്തു. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്കോടെ തന്നെ കണക്ട് ചെയ്തൊക്കെ കേട്ടോ. മൈക്കിൻ്റെ സൗണ്ട് കറക്റ്റ് ആവുമെന്ന് അറിയില്ല, അതാണ്ടാ ഈ ഒരു നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ജസ്റ്റ് അവിടെ നിന്നോട്ടെ. സുരാജ് പറഞ്ഞ മാതിരി ഇത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാ. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോൾ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. അപ്പോൾ എനിവേ ഹെൽമെറ്റിൻ്റെ വ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല പക്ക ഫിനിഷിംഗ് ആണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മളെ കൊണ്ട് കഴിയുന്ന ജസ്റ്റ് ഒരു അൺബോക്സിങ് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റും ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.